ഹലോ ഫ്രണ്ട്സ്, നമ്മളിന്ന് ദുബായിലെ ബീച്ചിൽ സൂര്യോദയം കാണാൻ വേണ്ടി വന്നതാണ് കേട്ടോ. ഇതാ ഇവിടെയാണ് ബീച്ച്. ഇപ്പോൾ രാവിലെ ഒരു 6 മണിയൊക്കെ കഴിഞ്ഞിട്ടേ ഉള്ളൂ. സൂര്യൻ ഉദിച്ച് വരുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ സൂര്യോദയം കാണാൻ വേണ്ടി വന്നു. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് നമുക്ക് പറ്റിയ അബദ്ധം മനസ്സിലായത്. ദുബായിൽ ബീച്ചിൽ സൂര്യാസ്തമയം കാണാൻ പറ്റുള്ളൂ. സൂര്യോദയം ബാക്ക് സൈഡിലാണ്. ഫുജേറയിൽ വല്ലതും പോയാലേ ഉദയം കാണാൻ പറ്റുള്ളൂ. അങ്ങനെ എന്ത് ചെയ്യാനാ? ബീച്ച് പുറകിലും നമ്മൾ മുൻവശത്തും അപ്പുറത്തെ വശത്താണ് സൂര്യോദയം ഉള്ളത്. ബിൽഡിങ്ങിൻ്റെ നടുക്ക് കൂടെയാണ് സൂര്യൻ ഉദിച്ച് വരുന്നത് കാണാൻ പറ്റിയത്. അങ്ങനെ ഒരു അബദ്ധം പറ്റിപ്പോയി. എന്ത് ചെയ്യാനാ? എന്തായാലും ശരി, നമ്മളിവിടെ ഒരു എക്സ്കർഷൻ പോലെ, പിക്നിക്ക് പോലെ അങ്ങനെ വന്നതാണ് കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ബീച്ച് നല്ല ശാന്തമായിട്ട് നല്ല ഭംഗിയായിട്ട്, എന്താ പറയുക, രാവിലെ എന്ന് പറഞ്ഞിട്ട് ആ ഫ്രഷ്നെസ്സൊക്കെ നമുക്ക് നല്ലോണം ആസ്വദിക്കാൻ പറ്റും. ആദ്യം വെയിൽ വന്നിട്ടില്ല, സൂര്യൻ ഉദിക്കുന്നല്ലേ ഉള്ളൂ, വെയിൽ വന്നിട്ടില്ല. നല്ല രസമായിട്ട് ഇങ്ങനെ നല്ല കാമാൻ ക്വയറ്റായിട്ട് ചെറിയ കാറ്റുമൊക്കെ ആയിട്ട് ഇവിടെ നോക്കി കുറേ കിളികളും ഒക്കെ ഉണ്ട് കേട്ടോ. നല്ല ഭയങ്കര ഒരു സൂപ്പർ ഫീലിംഗ് ആയിരുന്നു. അതായത് കുട്ടികൾ ബോളൊക്കെ കൊണ്ടുവന്നിട്ട് ഇരുന്ന് കളിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട് ബീച്ചിൽ. ബീച്ചിൽ ഞങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അവിടെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ടായിരുന്നു. കുറേ ആൾക്കാർ ഇവിടെ സ്ഥിരം വരുന്ന ആൾക്കാരുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. അങ്ങനെ കുറേ ആൾക്കാരെയൊക്കെ കണ്ടു. അവസാനം സൂര്യോദയം കാണാം. ആ ബിൽഡിങ്ങുകളുടെ ഇടയ്ക്കൂടെ നമ്മൾ ഇപ്പുറത്ത് ബീച്ചിൽ കാണുമെന്ന് വിചാരിച്ച സൂര്യോദയമാണ്. അങ്ങനെ ഒരു അബദ്ധം പറ്റിപ്പോയി. ഇനിയിപ്പോൾ നമുക്ക് അടുത്ത പ്രാവശ്യം ഫുജിയറയിലൊക്കെ പോയിട്ട് സൂര്യോദയം കാണാം കേട്ടോ. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഇവിടെ നിന്ന് കഴിക്കാമെന്നൊക്കെ വിചാരിച്ചിട്ടാണ് വന്നത്. അപ്പോൾ അതുകൊണ്ട് സൂര്യോദയം ചീറ്റിപ്പോയി. ഇനിയിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് എങ്ങനെ ഭംഗിയായിട്ട് നടക്കാമല്ലോ എന്ന് ചോദിച്ചാൽ അങ്ങനെ നമ്മൾ വലിയ സെറ്റപ്പിലൊക്കെയാണ് കേട്ടോ വന്നത്. എല്ലാവരും കൂടെ വലിയ മാറ്റൊക്കെ ഇട്ട്, പായില്ലേ, പുളിപ്പായ പോലത്തെ അങ്ങനത്തെ വലിയ പായൊക്കെ ഇട്ട് എല്ലാവരും ചുറ്റിനിരുന്ന് ജ്യൂസും ബ്രെഡ്, സോസേജ്, പിന്നെന്താ മയണൈസ് ചിക്കൻ സ്പ്രെഡ് ഉണ്ടായിരുന്നു. അങ്ങനത്തെ കുറച്ച് ഇത് നോക്കിയാൽ ചായയുടെ ടീ ബാഗ്, കോഫി, അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ആയിട്ട് ഫുൾ സെറ്റപ്പിലായിട്ട് നമ്മളങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് അത് കഴിഞ്ഞത് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ ഇരിക്കുമ്പോൾ ഒരു അച്ഛനും മോനും കൂടെയാണെന്ന് തോന്നിയിട്ട് നല്ല രസമുണ്ട്. അവർ രണ്ടും കൂടെ മാത്രം ഇങ്ങനെ സെപ്പറേറ്റ് നടക്കുന്ന അത് പ്രത്യേക രസമുള്ള കാഴ്ചയാണ്. ആ കുട്ടിയുടെ എക്സൈറ്റ്മെൻറ്റൊക്കെ ഒന്ന് കാണണമായിരുന്നു കേട്ടോ. ആദ്യം നമുക്ക് ക്ലോസ് ആയിട്ട് അവരുടെ ഫേസൊന്നും കാണിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തെടുത്തു എന്ന് മാത്രം. അതിനുശേഷം ഇവിടെ ഞാൻ അതിൻ്റെ ഇടയ്ക്കൊരു ടീമിനെ കാണിച്ചില്ലേ, അവരേതോ സ്വിമ്മിങ് ടീമാണെന്ന് തോന്നുന്നുണ്ട്. കുറേ ആൾക്കാരാണ് കേട്ടോ, ഗ്രൂപ്പ് ഓഫ് ആൾക്കാരാണ്. അവരുടെ ബാക്കിൽ പല കളറിലെ ബലൂൺസൊക്കെ അവരിങ്ങനെ വെച്ച് കെട്ടി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഈ ഇതിലേക്ക് കടലിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് അവർ ഫുൾ ടീമായിട്ട്. ട്രെയിനിങ്ങിന് സീലുള്ള നീന്താൻ വേണ്ടിയിട്ടുള്ള ട്രെയിനിങ് ടീമാണോ എന്താണെന്നറിയില്ല. അവർ ഒരുപാട് ആൾക്കാരുണ്ട്. ഒരു വലിയൊരു ഗ്യാങ് ആൾക്കാർ തന്നെയായിരുന്നു. അവരെല്ലാവരും കൂടെ അതേ കടലിലേക്ക് നീങ്ങുന്ന നോക്കിയും കുറേ രസമുണ്ട്. അവരിങ്ങനെ ഇങ്ങനെ നോക്കിയിരിക്കാൻ നല്ല രസമുണ്ട്. കുറേ ദൂരം അവിടെ ഇങ്ങനെ ഫിഷിങ്ങിന് വേണ്ടി നെറ്റൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇവർ ആ നെറ്റിൻ്റെ ഏരിയയും എല്ലാം കടന്നിട്ട് അങ്ങ് പോകുന്നുണ്ട്. സ്പെഷ്യൽ ട്രെയിനിങ് എടുത്ത ആൾക്കാരാണെന്ന് തോന്നുന്നു ഇവരെ കാണുമ്പോൾ. നമ്മുടെ നോർമൽ സ്വിമ്മിംഗ് പൂളിലുള്ള ടൈപ്പുള്ള നീന്തലായിരിക്കില്ലോ കടലിൽ. അതിന് വേറെ സെപ്പറേറ്റ് ട്രെയിനിങ് വേണമല്ലോ, തിരകളും ഒക്കെ വരണമുണ്ട്. അപ്പം അങ്ങനത്തെ ടീമാണെന്ന് തോന്നുന്നു ഇവരെ കണ്ടിട്ട്. അവരെ കുറേ നേരം ഇങ്ങനെ നോക്കിയിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു അവരിങ്ങനെ പോകാൻ. ഇങ്ങനെ നോക്കിയിരിക്കുമ്പോൾ കുറേ ദൂരത്തോട്ടൊക്കെ അവർ പോയേ. ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇപ്പം ഇത് കണ്ടില്ലേ, അവിടെ ഇങ്ങനെ ആ ഒരു ലൈൻ പോലെ കാണുന്നത് ഫിഷിങ്ങിൻ്റെ ആൾക്കാരിങ്ങനെ ഇട്ടേക്കുന്ന നെറ്റാണ്. അതും കടന്നിട്ട് ഇവരങ്ങ് പോയി. നോക്കിയാൽ ദൂരെ നിന്നൊരു കുട്ടി ഷിപ്പാണോ ബോട്ടാണോ പറയേണ്ടതെന്ന് അറിയില്ല, അത് വരുന്നുണ്ട് കേട്ടോ. അത് നമ്മൾ കുറച്ച് നേരം നടന്നപ്പോൾ നോക്കിയാൽ സ്റ്റാർ ഫിഷ്, 3 സ്റ്റാർ ഫിഷ് ജീവനുണ്ട് കേട്ടോ. ചത്തതല്ല, ജീവനുള്ളതാണ്, അനങ്ങുന്നൊക്കെ ഉണ്ട്. അപ്പോൾ അതിനെ കണ്ടു. അതിനെ നോക്കി ഇങ്ങനെ നല്ല ഭംഗിയുണ്ട് കാണാൻ കേട്ടോ. അങ്ങനെ നോക്കിയിരിക്കുകയായിരുന്നു. നമുക്ക് ഇതുപോലത്തെ കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ കാണുമ്പോൾ ഒരു കൗതുകമാണല്ലോ ഈ കടലിലൊക്കെ ചെല്ലുമ്പം. കുട്ടികളൊക്കെ ഫുൾ ടൈം ഈ സ്റ്റാർ ഫിഷിൻ്റെ അടുത്ത് തന്നെ ആയിരുന്നേ.
പിന്നെ ഇതിലൂടെ ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ. നോക്കി നടക്കുമ്പോഴാണ് ഓരോ ഇതൊക്കെ കാര്യങ്ങളൊക്കെ കാണുന്നത്. നോക്കി ഇവിടെ ഇവർ ഫിഷിങ്ങിൻ്റെ ഒരു ടീമുണ്ടായിരുന്നു. അവർ വലയിൽ പിടിച്ച മീനുകളാണ് കേട്ടോ. ഇതൊക്കെ നല്ല ലാഭത്തിനാണ് കൊടുത്തിരുന്നത്. നമ്മളൊട്ടും നമുക്ക് മാർക്കറ്റിലൊന്നും ഒരിക്കലും ഈ പ്രൈസിൽ കിട്ടില്ല. അത്രയും നല്ല ലാഭത്തിന് നല്ല ഫ്രഷായിട്ട് അപ്പോൾ കടലിൽ നിന്ന് പിടിച്ചുകൊണ്ട് വന്ന ഇതാണ് കേട്ടോ. ആ വലയിൽ കുടുങ്ങിയിരിക്കുന്നുണ്ടല്ലേ മീൻ. അങ്ങനെ ആക്ച്വലി ബാർഗെയിൻ ചെയ്യേണ്ടി പോലും വന്നില്ല. ചോദിക്കുമ്പോൾ തന്നെ അവർ നല്ല റേറ്റിൽ തന്നത്. പിന്നെ നമുക്ക് അതിലും കൂടുതൽ ചീപ്പായിട്ട് നമുക്ക് ചോദിക്കാൻ തോന്നില്ല. അത്രയും ചീപ്പായിട്ട് തന്നെ തന്നത് കേട്ടോ. അങ്ങനെ അവിടെ നിന്ന് കുറച്ച് നമ്മളൊരു 2 കിലോളം ഫിഷ് വാങ്ങിച്ചായിരുന്നു. അത് കണ്ടില്ലേ, എല്ലാം കുറേ ആൾക്കാർ അവിടെ വന്ന് വാങ്ങിക്കുകയും ചെയ്തിട്ട് കേട്ടോ. ഇവർ മറ്റേ മാർക്കറ്റിൽ നിന്ന് കിട്ടുന്നതിനേക്കാളും ഭയങ്കര ലാഭമാണ്. ഇവർക്ക് എന്താ ഇപ്പോൾ ലാഭമുള്ളതെന്ന് എനിക്കറിയില്ല. എന്നാലും വേറെ ഇടയ്ക്കൊരു പൈസ ഒന്നും പോകാണ്ട് ഡയറക്റ്റ് ഇവർക്ക് തന്നെ കിട്ടുമല്ലേ. ഇത് കണ്ടില്ലേ, ഇതൊരു എന്താ വിഷമുള്ള എന്തോ സംഭവമാണെന്ന് തോന്നുന്നു കേട്ടോ. സീ കുക്കുംബറാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. പിന്നെ നോക്കിയേ, ഷെല്ലുകൾ നല്ല മനോഹരമായിട്ടുള്ള പല ഡിസൈനിലുള്ള ഷെല്ലുകളൊക്കെ അവിടെ കുറേ കിടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അതിൽ കുറച്ച് നല്ല ഭംഗിയുള്ള ഷെല്ലുകളൊക്കെ ഞങ്ങളിങ്ങനെ പിറക്കി കൊണ്ടുവന്നു. ഞാൻ എൻ്റെ ഫിഷ് ടാങ്കിൽ ഇടാൻ വേണ്ടിയിട്ടാണ് ആക്ച്വലി കൊണ്ടുവന്നത്. നോക്കി ഒരു ക്രാബാണ് കേട്ടോ കിടക്കുന്നത്. അത് ജീവനുള്ള ക്രാബാണെന്നാണ് തോന്നുന്നത്. വേറൊരാൾ വരുന്നു, ഇതിൻ്റെ മണ്ണിൻ്റെ അകത്തുനിന്ന് വരുന്ന നോക്കിയേ. ഇതൊക്കെ എന്തോ മനോഹരമായ കാഴ്ചകളാണ്. രാവിലെ ഞാനങ്ങനെ കടലിൻ്റെ ഭാഗത്തുനിന്ന് അങ്ങനെ ഇത്ര രാവിലെ ഒന്നും അങ്ങനെ പോയിട്ടില്ല. ശരിക്കും ഒരുപാട് നമ്മൾ എന്താ പറയുക, തീരെ പ്രതീക്ഷിക്കാത്ത പല കാഴ്ചകളും കാണുന്നുണ്ട്. ഇത് ക്രാബല്ല കേട്ടോ, ഇത് ഒച്ചാണേ. ഈ മറ്റേ ശംഖ് പോലത്തെ ഇല്ലേ, അതിൻ്റെ അകത്തുള്ള ഒച്ച, അത് ജീവനുള്ള ഒച്ചാണ് കേട്ടോ. നോക്കിയേ, ഞാനത് ആദ്യം കണ്ടപ്പോൾ ക്രാബാണെന്നാണ് വിചാരിച്ചത്. പക്ഷേ ക്രാബല്ല കേട്ടോ, ശംഖാണ്. അതിനെ വെള്ളത്തിലിട്ടപ്പോഴേക്കും ആൾ അതിൻ്റെ അകത്തേക്ക് പോയി. ഡോറൊക്കെ അടച്ചിട്ട് അകത്തേക്ക് പോയിട്ടോ, പുറത്തേക്ക് വരുന്നില്ല. എല്ലാ ശല്യങ്ങളും പോയി കഴിഞ്ഞിട്ട് പുറത്തേക്ക് വരാമെന്ന് വിചാരിച്ചിട്ട് ആൾ നിൽക്കുകയെന്ന് തോന്നുന്നുണ്ട്. നമ്മൾ കുറച്ച് നേരം നോക്കി, പക്ഷേ അതങ്ങനെ പുറത്തേക്ക് വരുന്നില്ല, പേടിച്ചിട്ടായിരിക്കും. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. ഇറങ്ങി പോണ വഴിക്ക് നോക്കിയാൽ ഒരു ഷോപ്പ് കണ്ടാണ്. നല്ല രസമുണ്ടല്ലേ, നമ്മുടെ ഈ സൂപ്പർ ഹീറോസ് എല്ലാം കൂടെ നിൽക്കുന്ന ഒരു ഷോപ്പ്. പിള്ളേർക്ക് അതൊക്കെ ഭയങ്കര സന്തോഷമായിരിക്കുമല്ലോ. അപ്പോൾ നമ്മൾ ജസ്റ്റ് ആ ഷോപ്പിനൊന്ന് ചുറ്റി ഒന്ന് വലം വെച്ച് എല്ലാ ഇതൊന്ന് കണ്ടു. അവിടെ അവർ വെച്ചിരിക്കുന്നതെല്ലാം കണ്ടു. പിള്ളേർക്കൊക്കെ ഭയങ്കര സന്തോഷമായിപ്പോയി. സൂപ്പർ ഹീറോസിനൊക്കെ അല്ലേ കാണുന്നത്, ഇത്ര വലുതായിട്ട് കാണുന്നത്. ഭയങ്കര സന്തോഷമായി പോയിട്ടാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ. അങ്ങനെ നമ്മൾ സൂര്യോദയം കാണാൻ പോയി, അങ്ങനെ ചീറ്റിപ്പോയി, പറഞ്ഞിട്ടെന്താ കാര്യം. എന്നാലും നമ്മൾ ബാക്ക് സൈഡിൽ സൂര്യോദയം കണ്ട് അഡ്ജസ്റ്റ് ചെയ്തു. അങ്ങനെ അപ്പോൾ നമുക്കിനി മനോഹരമായിട്ട് സൂര്യോദയം വേറൊരു ദിവസം പോയി നല്ല ഭംഗിയായിട്ട് കാണാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ തന്നെ നിങ്ങളുടെ വാല്യുബിൾ കമൻസും ഇടണം കേട്ടോ. അപ്പോൾ നമുക്ക് മനോഹരമായി മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരെ എല്ലാവർക്കും ബൈ, ടേക്ക് കെയർ.